പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്താണ്. നമ്മുടെ നാഗാലാൻഡിൽ നിന്ന് 950 കിലോമീറ്റർ ഓടി ഇവിടെ പുതുപ്പള്ളി വന്ന ഒരു ലോറിയുടെ 2 ടയർ ഇവിടെ വെച്ച് പൊട്ടിപ്പോയി. അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക. നാഗാലാൻഡിൽ നിന്ന് പുതുപ്പള്ളി പാറയ്ക്കക്കടവിന് സമീപമുള്ള കല്ലുങ്കക്കടവിലേക്ക് സ്റ്റീലിന്റെ റോളുമായിട്ട് വന്ന ലോറിയാണ്. നമ്മുടെ പുതുപ്പള്ളി കവലയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിൽ അതിൻ്റെ 2 ടയറും ഒരുപോലെ പഞ്ചറായി തന്നെയല്ല, പൊട്ടിക്കീറുകയായിരുന്നു. ഏതായാലും കുറച്ച് റോഡിനോട് ഒതുങ്ങിയാണ് വണ്ടി കിടക്കുന്നത്, അതുകൊണ്ട് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പോകാൻ പറ്റും. അപ്പം ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട്ടുകാരനാണ്. 950 കിലോമീറ്റർ അദ്ദേഹം ഒറ്റയ്ക്ക് ഓടിച്ച് പുതുപ്പള്ളി വരെ വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പോഴത്തേന് ഈ ലോറിയുടെ ഉടമയ്ക്ക് 1000 ഇതുപോലെ തന്നെ 1000 വണ്ടിയോളം ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയിലും ഒരു ഡ്രൈവർ മാത്രമാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ ഫോട്ടോയൊക്കെ അദ്ദേഹം എടുത്ത് അതിൻ്റെ ഓണർക്ക് അയച്ചു കൊടുത്ത്, അപ്പോൾ അവരുടെ വണ്ടി ഇനിയും കോട്ടയത്ത് എറണാകുളത്തോ ഇവരുടെ ഈ ട്രെയിലർ തന്നെ വരുന്നുണ്ട്. അപ്പം 2 വണ്ടി വരുമ്പോഴത്തേന് അതിൻ്റെ 2ൻ്റെ സ്റ്റെപ്പിന് വീതം എടുത്ത് ഇദ്ദേഹത്തിന് ഇവിടെ കൊടുത്ത് ഈ വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ഏതായാലും 1-2 ദിവസം ഇവിടെ കിടക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പം ലോറി ഇറങ്ങി വരുന്ന വഴി നിങ്ങൾ കണ്ടല്ലോ. അതിലേ വരികയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തിരിഞ്ഞത് അപ്പുറത്തോടെയാണ് തിരിഞ്ഞത്. ഈ ബസ് വരുന്ന ഈ വഴിയാണ് തിരിഞ്ഞത്. നിങ്ങൾക്ക് റോഡിൽ ആ ടയർ വട്ടം കറങ്ങിയതിൻ്റെ പാട് നിങ്ങൾക്ക് കാണാം. അവിടെ അങ്ങോട്ട് കറങ്ങിയപ്പോഴത്തേന് ഫുൾ ലോഡ്, ഭയങ്കര ലോഡാണ് ഈ വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ആ ഒരു സൈഡിലെ വീലിലേക്ക് വന്നപ്പോഴത്തേനാണ് 2 ടയറും പൊട്ടിക്കീറുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ നമ്പർ, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹം വണ്ടിയുടെ ഓണർക്ക് അയച്ചു കൊടുക്കുകയാണ്. പുതുപ്പള്ളിയിലെ പുതിയ ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ അകത്ത് ലോറി വരുമ്പോഴത്തേന് ഇതുപോലെയുള്ള ട്രെയിലറൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് പെട്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ആ വഴി ഇറങ്ങിപ്പോയെടുത്ത് ഇതുപോലെ തന്നെ ഒരു ലോറിയുടെയാണ് ജോയിൻ്റ് ആക്സിൽ ഒടിഞ്ഞത്. ലോറിയുടെ ഡ്രൈവറോട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം അദ്ദേഹം ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, അതിനുള്ള ഇതൊക്കെ ഉണ്ട്, കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ടയറിൻ്റെ നമ്പരടക്കം എല്ലാം അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം കമ്പനിക്ക്.